ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 36 ശ്ലോകം 11. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 11. നസ്യാസ്ത്രാണി മഖേന്ദ്രഭൂപൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണിം ദൃഷ്ട്വാർത്തിദാ താപസൈഃ ധാതേശ്വാസ ധൃതാനലാസ്ത്രചകിതം സിന്ധും ശ്രുവക്ഷേപണാൻ ഉത്സാരോദ്ധൃത കേരള ഭൃഗുപദേ വാദേശ സംരക്ഷമാം. അന്വയം അർത്ഥം. അസ്ത്രാണി അസ്ത്രങ്ങളെ, നിസ്യ ഉപേക്ഷിച്ചിട്ട്, മഹേന്ദ്രഭൃതി മഹേന്ദ്രപർവ്വതത്തിൽ, തപഹ തപസ്, തന്വൻ ചെയ്യുന്നവനായി, പുനഃ വീണ്ടും, സാഗരേണ സമുദ്രത്തിൽ, ഗോകർണാവതി ഗോകർണം വരെ, മജ്ജിതാം മുങ്ങിപ്പോയ, ധരണി ഭൂമിയെ, ദൃഷ്ട്വ കണ്ടിട്ട്, താപസൈ മുനിമാരാൽ, അർത്തിത അഭ്യർത്ഥിക്കപ്പെട്ടവനായി, ധ്യാതേശ്വാസ ധൃതാനലാസ്ത്ര ധ്യാനം കൊണ്ട് കയ്യിലെത്തിയ വില്ലിന്മേൽ തൊടുത്ത ആഗ്നേയാസ്ത്രം കൊണ്ട് ഭയപ്പെട്ട്, സിന്ധു സമുദ്രത്തെ, ശ്രുവാക്ഷേപണാൻ ശ്രുവം എറിഞ്ഞ്, ഉത്സാര്യ അകറ്റിയിട്ട്, ഉദ്ധൃത കേരള കേരളത്തെ ഉദ്ധരിച്ച്, ഭൃഗുപദേ വാദേശ ഭൃവംശത്തിൽപ്പെട്ട ഭാർഗവരാമനായ ഗുരുവായൂരപ്പ, മാം എന്നെ സംരക്ഷിച്ചാലും ഹരിവു. സാരം: സ്വാല്വനോടുള്ള യുദ്ധത്തിൽ നിന്നും വിരമിച്ച ശേഷം ആയുധങ്ങളെല്ലാം പരിത്യജിച്ച് പരശുരാമൻ മഹേന്ദ്രഗിരിയിൽ പോയി തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഗോകർണാവതി സമുദ്രത്തിൽ ആണ്ടുപോയ കേരളത്തെ ഉദ്ധരിക്കണമെന്ന് മുനിമാരുടെ അഭ്യർത്ഥനയനുസരിച്ച് ഭൃഗുരാമൻ ധ്യാനിച്ചു വരുത്തിയ വില്ലിൽ ആഗ്നേയാസ്ത്രം തൊടുത്ത് സമുദ്രത്തെ വിറപ്പിച്ചതിനു ശേഷം ഒരു ശ്രുവം കൊണ്ട് സമുദ്രജലത്തെ അകറ്റി നിർത്തി കേരളദേശത്തെ വീണ്ടെടുത്തു. ഹരിവു. സർവത്ര നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 36 സ്കന്ധം 9 സമാപ്തം. ഹരിവു.